കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട്. ആ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രണാസുന ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കേരളം ഞെട്ടും. എൻ്റെ അടുത്ത റിലീസാവാൻ പോകുന്ന ആൽബം കണ്ടാൽ കേരളം ഞെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഞെട്ടിത്തെരിച്ചു. രണാസുന നിങ്ങൾക്ക് അറിഞ്ഞൂടെ? രണാസുന നമ്മുടെ സെലിബ്രിറ്റി, പിന്നീട് സിനിമാ താരം, സോഷ്യൽ മീഡിയ വൈറൽ താരം, ബാർ ഡാൻസർ, ഗായിക, പിന്നീട് എന്താണ് ഈ എയർ ഹോസ്റ്റസ്, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര കഴിവുകളുള്ള ഒരു സോഷ്യൽ മീഡിയ എല്ലാവർക്കും സുപരിചിതമായ ഒരു താരമാണ് നമ്മുടെ രണാസുന. നിമിഷ കവി കൂടിയാണ് കേട്ടോ. പറഞ്ഞ അപ്പം തന്നെ പാട്ടെടുത്തങ്ങ് പാടും എന്നുള്ള രീതിയിൽ നമുക്കെല്ലാം അറിയാവുന്ന രണാസുന വളരെ ഞെട്ടിക്കുന്ന, ആരാധകരെ പ്രകമ്പം കൊള്ളിപ്പിക്കുന്ന അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കേരളം ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ, നിങ്ങൾ കണ്ടതൊന്നുമല്ല കാണാനിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അമ്മയാണ് ഞാൻ കള്ളവല്ല പറയണത്. ആദ്യം എന്താണ് നമ്മുടെ രണാസുന പറഞ്ഞതായിട്ട് നമുക്കൊന്ന് കേൾക്കാം. ഞെട്ടണോ? ഞെട്ടിക്കോ? നന്നായിട്ട് ഞെട്ടും. കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ്. സോ അതിനുശേഷം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട്. അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും. വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. വിമർശിക്കട്ടെ, അതോടുകൂടി നമ്മുടെ ആൽബം വളരും. സോ ഇത്രയേ ഉള്ളൂ, വിമർശിക്കട്ടെ, അതോടൊപ്പം നമ്മുടെ ആൽബം വളരും. അല്ല, എനിക്ക് അറിഞ്ഞിടത്ത് രണാസുനെ ഞെട്ടും എന്ന് പറയുന്നു. എന്താ, തുണിയൊന്നും കാണത്തില്ലേ? എനിക്ക് അറിയാൻ മേലാന്തിന്റെ ചോദിക്കുകയാണ്. താങ്കൾ ഇങ്ങനെ പരസ്യമായി വന്ന് പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞെട്ടും എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം മിക്കവാറും ഉടുതുണി കാണത്തില്ല എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അല്പവസ്ത്രധാരം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ? എനിക്ക് മനസ്സിലാവുള്ള. അപ്പൊ പറയുന്നത് വെച്ചാൽ, ഞാൻ ശിശിരം എന്ന് പറയുന്ന പിന്നീട് ആൽബത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടസ്റ്റ് എടുത്ത് ഓവർ ആണെന്ന് താങ്കൾക്ക് അറിയാം അല്ലേ? മോശമാണ്, അങ്ങനെ പറയാൻ പറ്റുന്ന ഓവറല്ല. ഇതൊക്കെ ചെറുത്, ഇനി വലുത് വരാനിരിക്കുന്നു. താങ്കൾ ഫസ്റ്റ് ആൽബം അഭിനയിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ മുമ്പേ പ്രവചിച്ചതാണ്, മനസ്സിലായി? ഇതല്ല, ഇതിന്റെ അപ്പുറം നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളത് ഞാൻ പ്രവചിച്ചതാണ്. അപ്പൊ പറയുന്നത് മറ്റൊന്നുമല്ല, ശിശിരം എന്നുള്ള പിന്നീട് ആൽബത്തിലാണ് ഞാൻ ഇത്രയും ഓവറായിട്ട്. ശിശിരത്തിൽ എന്താണ് ഓവർ? നമുക്ക് ശിശിരത്തിന്റെ ചെറിയൊരു സീൻ നമുക്കൊന്ന് കണ്ടുവെക്കാം. ഓക്കെ, നിൻ സാന്ദ്രതരണഗാനം ഇടനെഞ്ചിലാനന്ദമേളം വിടരാക്കിനാക്കൾ. ഓ, ഇതാണ് ശിശിരത്തിലുള്ള സീന്. ഒന്നുമില്ല, ഇങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോ ഇതിനെയും കാട്ടി വലുതാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഊഹം ശരിയാണെങ്കിൽ ആദ്യം വൈറലായത് എങ്ങനെയായിരുന്നു? വയറിപ്പിടുത്തം കൊണ്ടാണ് വൈറലായത്. നോട്ട് ദ പോയിന്റ്. അത് ദാസേട്ടനായിരുന്നു അല്ലേ? നമ്മുടെ ഏതാണ്, നമ്മുടെ ദിലീപിന്റെ മറ്റേ പടം ഉണ്ടല്ലോ, അവന്റെ ആ പടത്തിൽ എന്ത് ചെയ്തു? ആ ഒരു കടൽ തീരത്തെ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് കളിക്കുന്ന ആ ഒരു സംഭവം കൊണ്ടാണ് വൈറലായത്. അതുമല്ല, എന്താണ്, അതുകൊണ്ട് തന്നെ ഇതില് ദാസേട്ടനാണ് എന്താണ് നമ്മളെ നായകനായത് കൊണ്ട് ഇതിലൊരു വയറായിരിക്കുമോ എന്നെനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം വയറ് ഞാൻ ആർക്ക് വേണമെങ്കിലും തുറന്ന് കാണിച്ചു കൊടുക്കും, അതായത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അത് ഞാൻ ക്ലിപ്പ് വെച്ചത്, അതായത് ആരാധകർ പറയുന്ന എൻ്റെ വയറ് കാണണമെന്ന്. അതുകൊണ്ട് ആരാധകർക്ക് വേണ്ടി വയറ് കാണിക്കുന്ന രണാസുന എന്ന് രണാസുന എന്നെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റീൽ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ പറയുന്ന വയറ് കണ്ട് പ്രേക്ഷകർ, നിങ്ങളുടെ ആരാധകർ മടുത്തു എന്നാ പറയുന്നത്. പിന്നെ വയറല്ലാത്ത മറ്റേതെങ്കിലും കാണിക്കാനുള്ള ആഗ്രഹമാണ്. അല്ല, ഞെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യുന്ന തെറ്റെന്നൊന്നും പറയില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പിന്നെ പറഞ്ഞുതരാം, കേട്ടല്ലോ? അപ്പോൾ ഇനി പ്രേക്ഷകർ കേട്ടും കേരളക്കരയാകെ എന്താണ് പിന്നീട് പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. വിമർശനങ്ങൾ ഒരുപാടുണ്ടാവും, ഒരു ലോഡുണ്ടാവും. എന്നാലേ നമ്മൾ വിജയിക്കത്തുള്ളൂ. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ താങ്കൾ നെഗറ്റീവ് കൊണ്ട് തന്നെയാണ് ജയിക്കുന്നത്. കുറച്ച് റീച്ച് കുറയുമ്പോൾ പിന്നെ വസ്ത്രങ്ങളും കുറയും എന്നുള്ളതാണ്. റീച്ച് കുറയുമ്പോൾ വസ്ത്രങ്ങൾ കുറയുന്ന, പിന്നെ നമുക്ക് പിന്നെ വേറെ രീതിയിൽ നമ്മൾ ബോൾഡായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ഈ വരാൻ പോകുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അതിന്റെ
ഒരു ക്ലിപ്പ് വെക്കാം, അതിൽ എന്തെങ്കിലും ഉണ്ടാ നോക്കട്ടെ. കണ്ടോ, കർഷക സ്ത്രീയാണ് കേട്ടോ. സ്വന്തം ഭർത്താവിന് ആഹാരവുമായി വന്നതാണ്. ഈ പറയുന്ന പറമ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. പറമ്പിൽ എന്താ ദാസേട്ടാ, എന്താ ഇതൊക്കെ ചെറുത് രണാസുന, ഇതൊക്കെ ചെറുത്. ഇതിന്റെ അപ്പുറം ഞാൻ വണ്ടടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇത് ഹിറ്റാവും. ഇനി നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് ഈ പറയുന്ന വിമർശനമാണ് വേണ്ടത്, വൈറലാവണം. ഇനി നമ്മൾ പറഞ്ഞ് നിങ്ങൾ വൈറലായില്ല എന്ന് വേണ്ട എന്നുള്ളതാണ്. ഇനി രണാസുന ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്ലിപ്പുണ്ട്, അതൊന്നുമല്ല, ആരാധകർക്ക് വേണ്ടി വയറ് കാണിച്ചു കൊടുക്കുന്ന രണാസുന ഇന്ന് അവൾ എന്നെ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആരാധകർക്ക് വേണ്ടി വയറ് കാണിച്ചു കൊടുക്കുന്ന ആ റീലൊന്ന് കാണാമേ. ആരാധകരുടെ അതെ അതെ മനസ്സിലായല്ലേ. ആരാധകർക്ക് വേണ്ടി എന്തും പറയാൻ പോയണ്ട. ആരാധകർക്ക് വേണ്ടി എന്തും ആരാധകരുടെ അഭിപ്രായം മാനിച്ച് വയറ് കാണിക്കുന്ന രണാസുന. എനിക്ക് ചോദിക്കാനുള്ളൊരു കേസ്, ആരാധകർക്ക് അങ്ങനെ പല ആഗ്രഹങ്ങളും കാണും. ഇന്നിപ്പോ ഒരു പുന്നാമ്പുറം, പിന്നീട് മുറ്റം കാണിക്കാൻ പറയും, നാളെ പിന്നാമ്പുറം കാണിക്കാൻ പറയും. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുക്കുമോ? ഇനി വേറെ എന്തെങ്കിലും. അങ്ങനെ ആരാധകർക്ക് പല റേഞ്ചിലുള്ള ആരാധകരാണ്. അപ്പൊ അവർക്ക് ഓരോ ആഗ്രഹങ്ങൾ. അപ്പൊ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പൊ റീച്ചില്ല, ഇപ്പൊ റീച്ച് വളരെ കുറവായത് കൊണ്ട് കുറച്ച് എക്സ്പോസ് ആയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വയറായി അടുത്ത എന്താണോ. എന്തായാലും ഞാനൊരു കാര്യം പറയാം, കേരളം ഞെട്ടും. അത് ഇപ്പോഴല്ല, കേരളം ഞെട്ടാൻ പോണത് ഇപ്പോഴേ. ഞാനിത് ഫസ്റ്റ് റീലിട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ഇവിടെ ദാസേട്ടനുമായിട്ടുള്ള റീലിട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കേരളം ഞെട്ടും. ഇപ്പൊ പറയുന്നത് അടുത്ത ഇതിൽ ഞെട്ടും. അടുത്ത ഇതിൽ ഞെട്ടൂല, കേരളം ഞെട്ടത്തേ ഇല്ല. പക്ഷെ ഞെട്ടും, അത് കുറച്ചു കാലം കഴിയട്ട്, അപ്പം ഞെട്ടും എന്നുള്ളതാണ്. ഇനി അവളങ്ങനെ കാണിച്ചാൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് നടിമാര് കാണിക്കില്ലേ മറ്റത് മറിച്ച് എന്ന് ചോദിക്കുന്നവരോട്, ഇപ്പോ ഇവള് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി എന്ത് തേങ്ങ കാണിച്ചിട്ട് എനിക്കൊരു തേങ്ങയില്ല. മനസ്സിലായോ? എനിക്കൊരു നീ ഈ പറയും പോലെ എന്താണ് ഈ പറയുന്ന തുണി ഉടുത്തുകൊണ്ട് അഭിനയിക്കുകയോ തുണി ഇല്ലാതെ അഭിനയിക്കുകയോ എന്തു വേണോ ചെയ്തോ സോഷ്യൽ മീഡിയയിൽ വന്നാൽ വിമർശനം ഉണ്ടാക്കി നമ്മൾ വിമർശിക്കും. അത് വേറെ വിഷയം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിന്റെ ഇഷ്ടമാണ് എന്ത് ചെയ്യുക, നീ ഏത് രീതിയിൽ അഭിനയിക്കും എന്നുള്ളത്. ഞാൻ വയറ് കാണിച്ച് പിന്നെ അഭിനയിക്കണം, അല്ലെങ്കിൽ മൂഡ് കാണിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണിച്ച് അഭിനയിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. അതെങ്ങനെ പ്രേക്ഷകർ കാണണം, പ്രേക്ഷകരെങ്ങനെ ചിന്തിക്കുന്നു, പ്രേക്ഷകർ ഇഷ്ടം. അതിന് ഇഷ്ടപ്പെടുന്നവർ കാണും. വേണമെങ്കിൽ ഈ പറയുന്ന മെമ്പർഷിപ്പ് ഒക്കെ കൊടുത്ത് മെമ്പർഷിപ്പ് ഒരു സംഭവമൊക്കെ തുടങ്ങാം. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രം ഹോട്ട് സീൻ ഫ്രം പറയുന്ന ആരാണ് നമ്മുടെ രണാസുന എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംമാരെ ആൾക്കാർ ഇടിച്ച് കയറും. എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല, നിങ്ങൾ എന്തോ ചെയ്തു. ഞാനിവിടെ വിമർശിക്കാൻ വന്ന മറ്റൊന്നും കൊണ്ടില്ല, ഇത് പറയുമ്പോഴാണ് അല്ലേ ഞാൻ വന്ന് പറയണേ. നിങ്ങൾ കണ്ടതൊന്നും അല്ല. അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ വെബ് സീരീസ് ഉണ്ടല്ലോ, ഹോട്ട് വെബ് സീരീസ് ഉണ്ടല്ലോ, അതിനകത്ത് അവരുടെ നായികമാർ വന്ന് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ കണ്ടതല്ല, അടുത്തയിലുണ്ട് അൺകട്ട് വരുന്നത്, അൺകട്ട് സാധനം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഇതുപോലുള്ള ഞരമ്പ് പ്രേക്ഷകരെ മുൾമുനയെ നിർത്തിക്കൊണ്ട് അവരൊരു റീലിടും. മനസ്സിലായല്ലോ? ഒരു ചെറിയ ഷോർട്ട് വീഡിയോ, ഇതല്ല ഇതിന്റെ അൺകട്ട് ഉണ്ട്, അത് അടുത്ത ആഴ്ച നമ്മൾ റിലീസാക്കാൻ പോകും. അതുപോലെ പറയുമ്പോൾ, അതായത് എൻ്റെ നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നല്ല. അന്ന് ഞാൻ കുറച്ച് പിന്നീട് ഓവറായി, ഇത് അതിനേക്കാട്ടി ഓവറായി അതിനേക്കാട്ടി ഓവറായിട്ട് ഞാനും അത് മറ്റാരെയും എടുക്കാൻ സമ്മതിച്ചില്ല. ആ സീന് വന്നപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ ഈ രണാസുന പിടിച്ചു പോകുന്നത് സത്യം പറയും ബാക്കിൽ തൂക്കി കിടക്കണം, ഈ ഫോണും കൊണ്ട് കിടക്കണം, അവന്മാരെ കൊണ്ട് മാത്രമാണ്. അവന്മാരുടെ ഇതൊന്നും പുറത്തും കൂടി അറിയില്ല. അവന്മാർ ടിപ്പിട്ടി ക്ലിപ്പായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവന്മാർ ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും, ഇവിടെ പിന്നെ ഡയറക്ടർ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവന്മാർ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഓരോ ഷൂട്ട് എടുത്ത് ഇതിനെ ഇങ്ങനെ ക്ലിപ്പായിട്ട് എടുക്കുന്നു. അതാണ് അവരുടെ പ്രൊമോഷൻ ആക്ച്വലി. അപ്പോൾ ഇവർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു ഹോട്ട് സീന് ഒരു ഷൂട്ട് ചെയ്യണം, ആരിടത്തും ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു ഹോട്ട് സീൻ ഉണ്ടെന്നാണ് നമ്മുടെ രണാസുനെ പൊക്കി വിടുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഒന്നെന്ന് പറയേണ്, അതൊന്നും അല്ല ഇതിൻ്റെ അപ്പുറമായിട്ടുള്ള ഹോട്ട് സീനുണ്ട് വന്ന് കണ്ടോ എന്നുള്ളൊരു നിവേദനമല്ലേ എന്നുള്ളതാണ്. ഇയാൾക്ക് അഭിനയിച്ചു പോ, നമുക്ക് ഇങ്ങനെയാണ് കുറച്ച് ഹോട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതല്ല, നിങ്ങൾ ഞെട്ടും, കേരളം ഞെട്ടും. മറ്റതിനെക്കാട്ടി ഇഷ്ടത്തിനെക്കാട്ടി കൂടുതൽ നല്ല ഓവറായിട്ട് കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് വരുന്നത്, അവിടെയാണ് നമ്മുടെ ഈ വിമർശനങ്ങളൊക്കെ വരുന്നത്. മനസ്സിലായോ? അതായത് എൻ്റെ ശരീരം ഞാൻ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹോട്ടായിട്ട് നിൽക്കുന്നു, നിങ്ങൾ പോയി കണ്ടോ,
ഇത് വൈറലാകും, ഇത് 4 പേര് ചർച്ച ചെയ്യണം, ഇതിനെ വിമർശിക്കണം എന്ന് പറഞ്ഞ് ആൾക്കാരെ എന്ത് ചെയ്യണം, ആൾക്കാരെ വിളിച്ചു വരുത്തുകയാണ് യഥാർത്ഥം ചെയ്തിരുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ പറയുന്ന പണ്ടത്തെ പോലെ സാധനങ്ങളൊന്നും ഓടുന്നില്ല, പണ്ടത്തെ പോലെ ഇന്റർവ്യൂസ് ഒന്നും ഓടുന്നില്ല, പണ്ടത്തെ പോലെ റീൽസുകളൊന്നും ഓടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ, മുമ്പ് ഞാൻ പറഞ്ഞ ഇതാണ്, അങ്ങനെ വരുമ്പോൾ റീച്ച് കിട്ടാതെ ഇപ്പോഴത്തെ ഒരു ഫെയിം ഉണ്ടല്ലോ, ഇപ്പോഴും 4 ആൾക്കാർ കൂടെ നിൽക്കുന്നു, ഞാൻ ഇടുന്നതൊക്കെ കാണുന്നുണ്ട്, ഈ പറയുന്ന എന്താണ് ആൾക്കാർ വരുന്നുണ്ട്, ആൽബം എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ സമീപിക്കുന്നുണ്ട്, എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. ഇത് പ്രേക്ഷകർ കുറഞ്ഞു തുടങ്ങുമ്പോൾ, പ്രേക്ഷകർ കാണാതെ വരുമ്പോൾ, റീച്ച് ഇല്ലാതെ വരുമ്പോൾ, ഫെയിം നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ ആൾക്കാർ വരാതെയാവും. ഈ ബാക്കിൽ തൂക്കിക്കൊണ്ടിരിക്കണ ഈ ഫോൺ പേജുള്ള അവന്മാർ വരാതെയാവുമ്പോൾ നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ അല്ലേ. എനിക്ക് ആ ഒരു ഫെയിമിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴും നമ്മൾ ഈ പറയുന്ന ഓവറായി എവിടെ പോയി നിൽക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്കൊരു പിടുത്തവുമില്ല. അപ്പൊ എന്തായാലും രണാസുനെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്നും ഓവറായിട്ട് കേരളം കത്തിക്കുന്ന ഒരു സീനുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന രണാസുനെ ഇഷ്ടപ്പെടുന്ന ആരാധക വൃന്ദങ്ങൾ ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ അവന്മാരുള്ളക്കി വിളിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ നിരാശപ്പെടേണ്ടി വരത്തില്ല. ഇതുവരെ കാണാത്ത ഒരു രണാസുനയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.